അല്ലല്ലല്ല, അതും ഇതും തമ്മിൽ ബന്ധമില്ല. അതായത് നമ്മൾ 100 രൂപ കൊടുത്തത് ആനുവൽ ഡേക്ക് ഡാൻസ് കളിച്ച് എല്ലാരും കൊടുക്കണം. അതെന്തിനാ? അത് എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോഗ്രാഫ് ഇല്ലേ, ഫോട്ടോഗ്രാഫ് എടുത്തില്ല, അതിനായിരിക്കും. പിന്നെ 200 രൂപ എല്ലാ സ്കൂളും കൂടെ ചേർന്ന് മറ്റേ പരിപാടി നടക്കണില്ലേ ഇപ്പൊ ഈ അടുത്ത ആഴ്ച, അതിന് 200 രൂപ. അല്ല ഞാൻ കൊടുത്ത്. അപ്പൊ നീ വരുന്നില്ല? അത് പറ്റൂല, അത് മസ്റ്റായിട്ട് കൊടുക്കണം. ചോദിച്ചു നോക്ക്. അന്ന് ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ വരുന്നില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ പറഞ്ഞു ഇല്ല, അത് പറ്റത്തില്ല, എല്ലാ കുട്ടികളും കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മ കറി അവിടെ പഴം വെച്ചേക്കണ കണ്ടില്ലേ മുത്തേ? എന്നിട്ട് അത് തന്നെ. അപ്പൊ ടോട്ടലി 300 രൂപ. അത് തന്നെ. നീ വിളിച്ച് ചോദിച്ചു നോക്ക്. ഇല്ല, ഇതിപ്പോ എന്നെയല്ലേ ഏൽപ്പിച്ചേക്കുന്നത്. എനിക്കാണെങ്കിൽ ഇത് തലവേദന. എനിക്ക് കുറെ പിള്ളേര് തരുന്നില്ല. പിന്നെ എന്റെ അന്ന് അതാണ് ഞാൻ ഇന്നലെ വിളിച്ച് ഉടക്കുണ്ടാക്കി. ഇപ്പൊ നമ്മളേന്നല്ലേ പൈസ ആദ്യം കൊടുത്തത്. അവള് തരാനുള്ള അല്ലെങ്കിൽ ആദ്യം വർത്താനം പറഞ്ഞിരിക്കാതെ കഴിച്ചേടി മുത്തേ. അല്ലെങ്കിൽ ആദ്യമേ പറയണം. അത് വിളിച്ച് ചോദിച്ചു നോക്ക്. ശരി എന്നാ വിളിച്ചിട്ട് എന്നെ വിളിക്കേ. അങ്ങോട്ട് അങ്കളുടെ തടി വരണ്ടേ? അമ്മ ഇന്നും ഉപ്പുമാവാ. ഉപ്പുമാവ് കണ്ടില്ലേ അപ്പൊ നീ? എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. പിന്നെ എന്തിനത് കുഴച്ചത്? ഞാൻ അറിഞ്ഞില്ല ഇതാണെന്ന്. പ്ലേറ്റിലോട്ട് വാരിയിട്ടേ. അമ്മ എനിക്ക് വേണ്ട. ഇന്നലെ അമ്മ ഇതല്ല, എനിക്ക് വേണ്ട. ഇന്നലെ പുട്ട്, ഇന്ന് ഇത്. പുട്ടുപ്പുമാവ്. അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പട്ടിണി കിടക്കുന്നീ. അഹങ്കാരം ഇത് എപ്പോഴും കഴിക്കാൻ പറ്റോ? നീ എവിടെ പോണ്? ഞാൻ അപ്പുറത്ത്. ഇത് നോക്കിക്ക, കുഴച്ച് പറിച്ച് വെച്ചിട്ട് തൊട്ടിട്ടില്ല അവള്. നേരം എടുത്താ ഈ ഇത് തന്നെ ഇവിടെ മനുഷ്യൻ എന്തെങ്കിലും. എങ്ങനെ ഞാൻ എന്റെ വായ അകത്തിട്ട് കിടക്കും? എന്ത് പ്രശ്നം? ഇത് നോക്ക്. എന്ത് പഴം ഇട്ട് ഉപ്മാവ് അത്രയും കുഴച്ച് വെച്ചിട്ട് അത് കഴിക്കാതെ അവള് ഇറങ്ങിപ്പോയി. അവൾക്ക് ഉപ്മാവ് വേണ്ടാന്ന്. വേണ്ടെങ്കിൽ വേണ്ട, അതങ്ങ് കളയും. ആണോ? കളയാനാ? റവ ഞാനെന്താ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന കളയാനായിട്ട്? മനുഷ്യന് തിന്നാനല്ലോ. അവൻ തിന്നില്ലേ, ഇപ്പൊ ആവശ്യത്തിന് തിന്നോണ്ടിരിക്കുകയല്ലേ. എന്താണെന്നറിയാമോ? ഇതെന്താണെന്നറിയോ? നിങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണത്തിന്റെ വില അറിയില്ല. അതാണ് ഭയങ്കര എളുപ്പത്തിൽ അതങ്ങ് കളഞ്ഞേരെ. വേറെ ഇവിടെ ഗോഡൌണിൽ ഇരിക്കുവല്ലേ. ഇതൊക്കെ എന്താണെന്നറിയാമോ? ഇവിടെ 3 നേരം കൃത്യമായിട്ട് വിശപ്പിന് ആഹാരം കിട്ടുന്നുണ്ട്. അതിന്റെ നിന്നല്ലേ പറഞ്ഞത് നീ കഴിക്ക്. എന്നെയല്ല പറഞ്ഞത് എനിക്കറിയാം. ഞാൻ 4 നേരം കഴിക്കുന്നതിനാണല്ലേ. ഇപ്പൊ കഴിച്ചാ വയറ് നിറഞ്ഞ. പിന്നെ ഇത് കൊച്ചല്ലേ, ആരായാലും പറയും. ഞാൻ ഇത് പറയാനുള്ളത് കൊച്ചു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ദിവസവും പിന്നെ ഈ ഉപ്മാവും മുട്ടുമായ എങ്ങനെ മനുഷ്യൻ എന്നും ഇത് തന്നെ. ഉപ്പുമാവെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടില്ലേ? ഇതിപ്പോ എന്താണ്? ഉണ്ട്, ഇപ്പൊ ഉണ്ടല്ലോ. ഇപ്പൊ ഉള്ളപ്പോ ഉള്ള പോലെ എന്തെങ്കിലും ചെയ്യാൻ കൊണ്ട് കളയേ. കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൊച്ചിനെ കുറ്റം പറയല്ലോ, കൊച്ചിനെ കാണിച്ചു കൊടുക്കാല്ലേ. അതിന്റെ പുറകെ പോവേണ്ട ഇവിടെ കാര്യം. അതിനെ ഇനി ശരിയാക്കാനാണ്. ചാറ് ഒഴിക്കേട്ടാ. ചായ വേണം, വെള്ളം വേണം? ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കാം. ആഹാരത്തിനുള്ള വെള്ളം കുടിക്കാൻ പാടില്ലല്ലോ. ഇപ്പം ശീലിച്ചു തുടങ്ങിയത്. മക്കളെ വാ, കഴിച്ചാ? ഇല്ല, ഇന്നിവിടെ കടലേ. മമ്മിയുടെ കടല സൂപ്പറാണ്. അപ്പം കടൽക്കറി കഴിച്ചില്ലേ കുഞ്ഞ്? കഴിക്കൂടിരുന്നു. അവിടെ എന്തുണ്ടാക്കി? അവിടെ ദേശീയ ഭക്ഷണം, അവിടത്തെ എന്തുവാണ്? ഉപ്പുമാവ്. ഉപ്പുമാവ് വിട്ടൊരു കളിയില്ല അവിടെ. ഇല്ല, ഉപ്പുമാവ് പുട്ട്. ഇന്നലെ പുട്ടായിരുന്നു. നാളെ പുട്ടായിരിക്കും. മറ്റന്നാ പക്ഷെ ഉപ്പുമാവായിരിക്കും. അടുത്ത് മാമൻ കഴിച്ചു. അത് ശരി. ഉപ്പുമാവായതുകൊണ്ട് ഒരുത്തി കഴിക്കാതെ നൈസായിട്ട് ഇവിടെ വന്ന് നോക്കാം. എനിക്കറിയായിരുന്നു ഇവിടെ വന്നിരിപ്പുണ്ടെന്ന്. എന്തുവാണ് ചേച്ചി? ഒരു കാര്യം ഞാൻ പറയാ ലില്ലി, ഇവിടെ ആ കാര്യം അറിയാതെ നീ സപ്പോർട്ട് ചെയ്യരുത്. നീയും കാര്യം പറ. ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഇതൊക്കെ ഇറങ്ങുന്നുണ്ടോ? അവൾക്ക് ഇഷ്ടമുള്ള അവള് കഴിക്കട്ടെ. വഴക്കിട്ടിട്ടാണോ വന്നത്? വഴക്കിട്ടിട്ടാ. കഴിക്കാൻ എടുത്തു വെച്ച ഭക്ഷണം പഴം ഇട്ട് കുഴച്ച് അവിടെ അവളെ അടുക്കള കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു കൂടെ ഇറങ്ങി. ഈ ഭക്ഷണം എന്താണ്?
മാമി ഉപ്പുമാവ് മാമി ഞാൻ അത് അറിയാം അങ്ങ് കുഴച്ചു പക്ഷെ എനിക്കത് വേണ്ട മാമി. കൊച്ചിനെ ഉപദ്രവിക്കല്ലേ ആ, എന്ത് കൊച്ചിനെ ഉപദ്രവിക്കല്ലേന്ന് ഇത് ഇവക്കത് അറിയാലോ. ഉപ്പുമാവാന്ന് അവളുടെ കണ്ണില് കുരുവായിരുന്നോ? അത് കണ്ടിട്ട് അവിടെ ആ പഴം ഇട്ട് വിരകിയിട്ട് പറയാണ് എനിക്കിത് വേണ്ട. എടി അത് കുഴക്കണതിന് മുമ്പ് നിനക്കത് വേണ്ടാന്ന് പറഞ്ഞൂടെ? എന്നിട്ട് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു. മാമി ഞാൻ അത് ഫോണിലായി പോയി. ആ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തിനോട് കാണിക്കുന്നത്. കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി അതൊക്കെ ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ മുത്തേ? ആഹാരം കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഭക്ഷണത്തിലൂടെ അത് കാണിക്കരുത്. അങ്ങനെ നമ്മൾ എപ്പോഴും ബഹുമാനം കാണിക്കണം ആഹാരത്തോട്, കേട്ടോ മക്കളെ. നമ്മള് ഈ അന്നം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്, മനസ്സിലായില്ലേ? ആ വിശപ്പിന്റെ വില അറിയാത്തതാണ് മക്കൾക്ക്. ഇവക്ക് ഒരു കുന്തം അറിയാൻ പാടില്ല. കിട്ടി ശീലച്ചു പോയി. മക്കളെ അതാണ്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് കളയരുത്. ആഹാരം അങ്ങനെ തള്ളി മാറ്റിക്കൂടാ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഇവളെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കേണ്ടതെന്ന് അറിയാമോ? ഇവള് ഈ മുസ്ലിങ്ങളൊക്കെ എടുക്കുന്ന നോമ്പില്ലേ, അത് ഇവളെ കൊണ്ട് എടുപ്പിക്കണം. ഒരു ദിവസം ഫുള്ള് ഇവള് പട്ടിണി ഇരിക്കണം. അപ്പൊ അവൾക്ക് അറിയാൻ വിശപ്പിനെ. അപ്പൊ ഉപ്പുമാവല്ല എന്ത് സാധനം കൊടുത്താലും അവള് തിന്നും. അതിപ്പോ എടുത്തത് ഓ അത് അങ്ങനെ അതിപ്പോ എടുക്കാം. എന്തെടുത്താ? അപ്പൊ നിനക്ക് വിശക്കൂലേ? അപ്പൊ നിനക്ക് രുചിയുള്ള ആഹാരം വേണ്ടേ? അപ്പൊ നീ തിന്നാതിരിക്കോ? ഒരു ദിവസമൊക്കെ പറ്റും. അതിപ്പോ ഞാനൊക്കെ എന്തോരം നിരാഹാരം കിടന്നു. എന്ത് നിരാഹാരം? നോമ്പ് അത് വലിയ സംഭവമൊന്നുമല്ല ഈ പറയണ പോലെ. ഈസ്റ്ററിന് നോമ്പെടുത്തായിരുന്ന? ഈസ്റ്ററിന് ഞാൻ അതൊക്കെ ഞാൻ എൻ്റെ ആവശ്യം കർത്താവിനോട് പറയാം. കർത്താവിന് അറിയാം. ഞാനൊരു പൊതുപ്രവർത്തനമായിട്ട് നടക്കുമ്പോൾ ഞാൻ നോമ്പെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വേണ്ട, അതിന്റെ കാര്യമുണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതിനെ പാലിക്കാൻ വേണ്ടിയിട്ടാണ്. പാലിക്കണതാണ് അപ്പനും മോളും. ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർ ഇങ്ങനെ കണ്ടുവച്ചേക്കുന്ന കാര്യങ്ങള്. ഇതിപ്പോ നോമ്പെടുക്കണമെന്ന് ഞാൻ കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ എടുക്കാം. ആന കാര്യമാണ്. പിന്നെ വെറുതെ അല്ലല്ലോ ഇവിടെ. നേരം വെളുത്താ വൈകുന്നേരം വരെ ജലപാനം ഇല്ലായിരിക്കണം നമ്മള്. അങ്ങനെയാണ് നോമ്പെടുക്കുന്നത്. പ്രാർത്ഥനയോടെ ഇരിക്കണം നമ്മള്. നമ്മളെ നോമ്പില് അങ്ങനെയല്ല, നമുക്ക് ഇറച്ചിയും ഇതൊക്കെ കഴിച്ചുവിടാന്നല്ലേ ഉള്ളൂ. പക്ഷെ നാളെ ഇപ്പൊ റംസാന്റെ നോമ്പ് അവസാന നോമ്പാണ്. അത് എടുക്കാൻ തയ്യാറാണ് നീ? അത് എടുക്കണമെങ്കിൽ എടുക്കാൻ എന്ത് വലിയ കാര്യം. എല്ലാവരും എടുക്കും, മുത്തെടുക്കൂല. ഞാൻ എടുക്കും. മുത്തെടുക്കൂല. ഞാൻ എടുക്കും. ഇവക്ക് നല്ല രുചിയായിട്ടുള്ള ഭക്ഷണം വേണം. ഇവള് ചോദിക്കണ സാധനം കിട്ടണം. അവളെ വെറുതെ വാശി പിടിപ്പിക്കുന്നത് അവളെടുക്കും. ഞാനും ഉണ്ട്. എന്തെടുത്താലും ഇനി ഈ തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് ഞാൻ ഇത് ഈ സഹനത്തിന്റെ ഒക്കെ ഒരു കാലമാണ്. ഈ ഒരു മാസം എന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മള് സഹനത്തിന്റെയും സൗഹൃദത്തിന്റെയും കാലമാണ്. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ്. മക്കളെ നമ്മളെല്ലാരും എടുക്കും. മാമനും എടുക്കും, റൊണാൾഡോങ്കിലും എടുക്കും. നമ്മൾ മറ്റൊരു ചിന്തിക്കണ്ട. എല്ലാരും ഇഷ്ടത്തോടെ ചെയ്യേണ്ട കാര്യമാണത്. നാളെ ഇവിടെ ഒന്നും വെക്കുന്നില്ല, പിന്നെ എല്ലാരും നോമ്പാ. അപ്പൊ വെളുപ്പിന് തുടങ്ങിയ വൈകുന്നേരം വരെ ജലപാനം ഇല്ല. നമുക്ക് എത്ര മണിക്കാണ് അതിന്റെ പരിപാടി? വെളുപ്പിന് തുടങ്ങും. ഒരു 5 മണിക്കൊക്കെ മുമ്പ് എഴുന്നേറ്റ് നമ്മൾ വാങ്ങി കുളിക്കണ സമയമുണ്ട്. അതിന് മുമ്പേ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നോളാം. നേരത്തെ എന്തെങ്കിലും കഴിക്കണം. ഇല്ലേ പിന്നെ കഴിക്കാൻ പാടില്ല. വൈകുന്നേരം കഴിക്കാവും. മനസ്സിലായല്ലോ? എത്ര മണിക്കാണ്? വൈകുന്നേരം ഒരു 6:30 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വാങ്ങി കുളിക്കുന്നത്. ആ സമയം നമുക്ക് നോമ്പ് മുറിച്ചിട്ട് വെള്ളം കുടിച്ച് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത്ര അല്ല, ഞാൻ പറഞ്ഞിരിക്കട്ടെ. നോമ്പ് മുറിച്ചിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഇഫ്താർ വിരുന്ന് കൂടാം. എന്റെ സകല വിഭവങ്ങളുമായിട്ട് നമുക്ക് നോമ്പ്. ഓക്കെ? ഇനി അത് തെറ്റിക്കുന്ന ആള് ആ കാര്യം ചെയ്യേണ്ടി വരും. തെറ്റിക്കണവരല്ലേ? ആര് തെറ്റിക്കാൻ? എനിക്കൊന്നും ഒരു വിഷയമല്ല. പിന്നെ അവളെടുക്കും, ഞാൻ എടുക്കും. പിന്നെ അവനോടൊന്ന് പറഞ്ഞേക്കണം, റൊണാൾഡിനോട്, കേട്ടാ? അപ്പൊ സമ്മതിച്ചല്ലോ. വ്രതശുദ്ധിയുടെ അവസാന ദിവസമായ നാളെ നമ്മൾ ഒരുമിച്ച് മനസ്സ് ശരീരം പാകപ്പെടുത്തി നോമ്പെടുക്കും. ഫിക്സ്. ചായ. എന്ത് ചായ? ഇന്ന് നോമ്പാണെന്ന് ഇന്നലെ പറഞ്ഞത് മറന്നുപോയോ ക്ലീറ്റോ? ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നോമ്പ് മുറിച്ചല്ലാതെ ഇവിടെ നിന്ന് ഒരാൾക്കും തിന്നാനും കുടിക്കാനും കിട്ടുന്നു വിചാരിക്കണ്ട. ഹലോ ഹലോ, എന്താ ഇവിടെ? ചൂടോ? ചൂടിന് ഈ പറമ്പിൽ വന്ന് നിന്നാൽ എന്താ? ഫാനിട്ട് മുറിക്കകത്ത് കയറി ഇരിക്കും. നോമ്പാണ് ക്ലീറ്റോ, ഇനിയും ദാഹിക്കും. എനിക്ക് വയ്യ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന്. ബാ, കൊല നോക്കാൻ വന്നതാ.
പഴം തിന്നാനാ? ആ കൊല അവിടെ 2 ദിവസമായി പഴുത്ത് കിടക്കുന്നു. അത് വെട്ടി വെക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. ഇന്നലെ അമ്മ ആ വാശിക്ക് അതെടുത്ത് വെട്ടി വിറ്റ്. പിന്നെ ഈ പറമ്പിലിറങ്ങി പഴമൊക്കെ പറിച്ചതിന് നിങ്ങളാരും അണ്ണാനോ? വാ ഇങ്ങോട്ട്. പഴം തിന്നാൻ നടക്കുന്നു. മുറി പോയിട്ട് കഴിക്കാം. അയ്യോ, ആരുമില്ല. അല്ല എന്തിവിടെ ആരെങ്കിലും ഇവിടെ വന്ന് നമ്മളറിയാതെ കഴിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനേ ഒന്ന് സെർച്ച് ചെയ്യാൻ വന്നതാ. നീ ഇപ്പം എന്താ കഴിച്ചു? മച്ചമ്പിയാണോ? ഒന്നും കഴിച്ചില്ല മച്ചമ്പി. ഇന്ന് നമ്മൾ നോമ്പെടുത്തേക്കുമല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ നോമ്പ് നീ മുറിച്ചാലും വേറെ ആര് മുറിച്ചാലും ഈ വീട്ടിലുള്ള ആര് മുറിച്ചാലും ചിലവ് ഞാൻ വഹിക്കേണ്ടി വരും. ഞാനങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ മച്ചമ്പി? ചെയ്യാതിരുന്നാൽ നിനക്ക് കൊള്ളാം. നമ്മൾ കുടങ്ങാൾക്കാർ 1-2 ദിവസം പട്ടിണി എടുക്കാം. പക്ഷേ അതുപോലെ ഇവിടെ തങ്കച്ചേട്ടത്ത് സൂക്ഷിച്ച് അവരെന്തേലും കട്ട് ചെയ്യും. ഞാൻ സെർച്ച് ചെയ്യാൻ വന്നേ. അത് ശരി. മച്ചമ്പിക്ക് വിശപ്പൊക്കെ ഉണ്ട്? എനിക്ക് വിഷമൊന്നുമില്ല. പിന്നെന്താ ഇവിടെ ആരെങ്കിലും കഴിക്കണമെന്നൊക്കെ അറിയണമല്ലോ നമ്മൾ. പിന്നെ അപ്പക്കുട്ട സാറിന് അനിയൻ വിളിച്ചു. ആ വണ്ടി ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കണമെന്ന്. ഞാൻ പോയതെങ്കിൽ എവിടെ? വർഷോപ്പിൽ പോയി. ഇവിടുന്ന് പുറത്ത് പോകാനോ? ആ പരിപാടി നടക്കൂല. ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങരുതെന്ന് പ്രത്യേക ഉത്തരവുണ്ട്, അറിയാമല്ലോ. നീ വെളിയിൽ പോയി ഇന്നിപ്പോൾ എന്തായാലും വണ്ടി കൊടുക്കണ്ട, നാളെ കൊടുത്താൽ മതി. പൈസ അഡ്വാൻസ് ഇന്നു വേണം. പിന്നെ ഒരു കുഴപ്പമില്ല. നീ നാളെ പോയാൽ നീ വെളി ഇറങ്ങണ്ട ഇവിടെ. അങ്ങനെ പിന്നെ എല്ലാം പൊളിയും. ആ നല്ല ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ. ഓ ക്ഷീണം ഉണ്ടല്ലേ? ഉണ്ട്. എൻ്റെ കർത്താവ് എന്നോട് പൊറുക്കണേ. ഈ തക്കാളി ഒരു ചക്കപ്പഴം പോലെ എൻ്റെ വയറ്റിൽ നിറഞ്ഞുണ്ട്. വിശപ്പിനെ ദാഹത്തിനെ അകറ്റണേ. ഇത് കണ്ട എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന്. എനിക്ക് ശകലം പോലും വിശപ്പും ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഇരിക്കാൻ പറ്റത്തില്ല അച്ചാച്ചന്. അച്ചാച്ചനെ പോലെ തന്നെ ഞങ്ങള് ആ മുത്ത് വരെ എടുക്കുന്നുണ്ട്. വിശപ്പ് വയറ്റിൽ നിന്നും കൊക്കപ്പുഴൊക്കെ ക്രാന്ന് പറഞ്ഞു കിടന്ന് പോകുന്നുണ്ടാക്കുക. ഇത്രയും നാളും കഴിച്ചതിന്റെയാണ് ഈ ക്രാന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നത്. ലില്ലിപ്പിളിന് അച്ചാച്ചന് ഇഷ്ടമല്ല. പകുതി ആരോടും പറയത്തില്ല. ഒരു രക്ഷയില്ല. ഇത്രയും സമയം ഇരുന്നില്ലേ അച്ചാച്ച? ഞങ്ങൾ എല്ലാരും ഇരിക്കുന്നില്ല. അച്ചാച്ചൻ ഒന്ന് ഇരുന്നാൽ എന്താ കുഴപ്പം? ഒന്നും സംഭവിക്കാൻ പോണില്ല ഈ ശരീരം വെച്ചിട്ട്. ഞാൻ ഏട്ടനോട് പറയായിരുന്നു ഒരു ദിവസം നോമ്പെടുത്തിട്ട് എന്തൊരു സുഖം നമ്മുടെ ബോഡിക്കെന്ന്. 2-3 ദിവസത്തിന് മുമ്പേ എടുത്തു തുടങ്ങേണ്ടതായിരുന്നു. ഇച്ചിരി ദാഹിക്കുന്നുണ്ട്, അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ വല്ലതും ഉണ്ടോ? ഇത് കണക്ക് തോന്നില്ലല്ലോ. ഒന്നുമില്ല. ഇനി ഒരു 3.5 മണിക്കൂറും കൂടെ ക്ഷമിച്ചാ പോ. ഇനി 3.5 മണിക്കൂറോ? കഴിക്കരുത് ഒന്നേ കേട്ടോ. വെള്ളമൊന്നും എടുത്ത് കുടിച്ചേക്കരുത്. ഉറങ്ങി കിടന്ന് ഉറങ്ങിച്ച സമയം ഉറങ്ങി. ഓ ഞാൻ കിടന്നോളാം. ആ സമയം ഞാൻ വന്ന് വിളിച്ചോളാം. ഓ കിടക്കാം. അങ്ങോട്ട് കിടക്കാം. കിടന്നോ? കിടക്കാം. കർത്താവ്, ഇന്ന് ഒരു ദിവസമെങ്കിലും എന്നെ പൂച്ചായിട്ട് ജനിപ്പിച്ചാൽ മതിയായി. തിന്നോ ഡാഡി ഡാഡി ഡാഡി. നെഞ്ചുകൂടെ ഇങ്ങനെ വയ്യ ഡാഡി. ഞാൻ മരിച്ചു. സാരമില്ല. അതെ മക്കളെ, ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടെ അല്ലേ ഉള്ളൂ. എത്ര നേരം ഉണ്ട്?
ഒരു 3 മണിക്കൂർ കൂടെ അയ്യോ 3 മണിക്കൂർ പറ്റില്ല, എൻ്റെ നാക്കൊക്കെ അകത്തോട്ട് ഇറങ്ങി. ഡാഡിയുടെ നാക്ക് എപ്പോഴേ താന്നിരിക്കണമെന്ന് അറിയാമോ? അതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്? ഉപ്പുമാവ് കഴിച്ചാൽ പോരായിരുന്നു. ഡാഡിക്ക് എന്ത് വരുന്നു? അവൻ എന്തേലും 2 വാക്ക് പറഞ്ഞിട്ട് പോവില്ലോന്നെ നോമ്പി കയറി പിടിച്ചേക്കുന്നു മനുഷ്യനും കൊണ്ട്. എടിയെ അപ്പോൾ ഡാഡിയും വിചാരിച്ചില്ലല്ലോ ഇപ്പൊ ഇത് ഇങ്ങനെ ഇവര് കാര്യമായിട്ട് എടുക്കുമെന്ന്. മനസാക്ഷി ഇല്ലാത്ത സാരല്ല. നമുക്കേ കുറച്ച് പൈപ്പിലെ വെള്ളം കുടിച്ചാലോ? ബാക്കിൽ പോയി കുടിക്കാം. എടി അവിടെ അടുക്കളയുടെ ഭാഗത്ത് അമ്മ നിപ്പുണ്ട്, അപ്പുറത്ത് മാമ നിപ്പുണ്ട്. നേരത്തെ റൊണാൾഡോ പോയി പൈപ്പ് തുറന്നപ്പം തന്നെ അമ്മ ഓടിച്ചു. തുപ്പല് തീർന്നു തുടങ്ങി. സാരല്ല, മക്കൾ ഇച്ചിരി കിടന്ന് ഉറങ്ങി. ഡാഡി എന്നാലേ കനാമാമിൻ്റെ അടുത്ത് ഇത്തിരി മേടിച്ചു വെക്കാൻ പറയും. കാര്യം എനിക്കിനി ഹോട്ടൽ വരെ ഒരു അടി എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ മേടിച്ചു വെച്ചാൽ അപ്പൊ കഴിക്കാമല്ലോ നമുക്ക്. നമ്മൾ പുറത്ത് പോയി കഴിക്കാന്നല്ലേ പറഞ്ഞത് മക്കളെ. എനിക്കിനി ഒരു അടി നടക്കാൻ പറ്റൂല. ചക്കരയല്ലേ? ഓ അതെങ്ങനെ മാമൻ പോയി മേടിച്ചു വെക്കുന്നത്? മാമന് നിങ്ങളെ പോലെ വിശപ്പും ദാഹമില്ല, എല്ലാരും കൂടി ഒരുമിച്ച് പോയി അങ്ങ് കഴിച്ചാൽ മതി. ഒന്നുമില്ല, അവർക്ക് തലവേദന, എനിക്ക് ഗ്യാസ്. ഗ്യാസിന് അല്ല ഇഞ്ചി എടുത്ത് തലവേദനയ്ക്കൊരു ഗുളിക കഴിച്ചാലോ? അയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞ അവളോട് ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല. നീ ബാം പുരട്ടിയാൽ മതി, നിനക്ക് ബാമല്ലേ ഇഷ്ടം? ഇത് സീരിയസ് ആവാ. 6 മണി കഴിഞ്ഞ് വെള്ളോ ബാമോ ഗുളികയോ ഇഞ്ചി എന്തെങ്കിലും എടുത്ത് കഴിച്ചോ. എന്തായാലും അതങ്ങ് തീരുമാനിച്ചു പോയി, ഒരു പുണ്യപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിനക്ക് ക്ഷീണമൊന്നുമില്ലേ? ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ സഹിക്കും. ഞാൻ എന്താ മനുഷ്യനല്ലേ ക്ഷീണം അല്ലാത്തത്? ആ, കൊച്ചിനെന്തെങ്കിലും ഇച്ചിരി വെള്ളം എന്തെങ്കിലും കൊടുത്തൂടെ? ഇതിലും ചെറിയ പിള്ളേര് നോമ്പെടുക്കുന്നുണ്ട്, അവരെങ്ങനെ നിൽക്കുന്നു? ഇത് ഇള്ളക്കുട്ടിയായി പോയി, ആളനെ കൂടിപ്പോയി വെക്ക്. എന്തായാലും 6 മണി കഴിയുമ്പോൾ എനിക്ക് എന്തേലും തരണം. എനിക്ക് ഹോട്ടലിൽ പോകാനുള്ള ശക്തി ഇല്ല. ഇവിടെ എന്തിരിക്കുന്നു ഹോട്ടലിൽ പോയി കഴിക്കാതെ? ഉപ്പുമാവ് ഫ്രിഡ്ജിൽ ഇരിക്കണം മതി കുറച്ച്. അയ്യോ, ഉപ്മാവ് നിന്നെ പിടിച്ച് കടിക്കൂലേ? ഡാഡി അതല്ലല്ലോ, എന്റെ മോക്ക് രുചികരമായ ഭക്ഷണമല്ലേ പറ്റുള്ളൂ. ഹോട്ടലിൽ പോയി കഴിക്കാം, ഇഷ്ടം കുത്തല്ലേ. ഇപ്പൊ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് നമുക്ക് സഹിക്കാം. എനിക്ക് തോന്നുന്നു അമ്മ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര എനർജി ആയിട്ട് സംസാരിക്കും ഒരു മനുഷ്യൻ. അതെ, തീ കുരുത്തതാണ് നിന്റെ അമ്മ. ഈ വെയിലത്തൊന്നും അത് പാടൂല. തങ്കം, തങ്കം. ഓ ചേച്ചി, ഞാൻ കുറച്ച് പായസം കൊണ്ടുവന്നതാ. എന്റെ ആങ്ങളയുടെ മോളെ അറിഞ്ഞൂടെ? ഇന്ന് അവളെ ബർത്ത്ഡേ ആയിരുന്നു. ഇവിടെ ഇന്ന് നോമ്പാ, ഞങ്ങളെല്ലാരും ഇന്ന് നോമ്പെടുത്തിട്ടുണ്ട്. ആ നല്ലത് തന്നെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ശരി എന്നാ. ശരി, ടാറ്റാ. ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. ഒരു രക്ഷയില്ല. 6 മണിക്ക് ശേഷം നോമ്പ് മുറിച്ചിട്ട് എല്ലാവർക്കും തരും. ചെറിയൊരു തളർച്ചയൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാത്തതിന് ക്ഷീണമൊന്നുമില്ല, പക്ഷെ വെള്ളം കുടിക്കാത്തതിന്റെ നല്ലൊരു പരവേശമുണ്ട്, അത്രേ ഉള്ളൂ. കുറച്ചു നേരം അവിടെ ഉള്ളൂ. ഈ മാസം ഇത് അങ്ങനത്തെ മാസം, സഹനത്തിന്റെ സഹാനുഭൂതിയുടെ മാസം. നമ്മളിങ്ങനെ വെറുതെ നല്ലതാണ്. അതെ, നല്ലതാ ഇടക്കൊക്കെ അങ്ങനെ എടുക്കുന്നു. ശരീരത്തിന് നല്ലതാണ്, മനസ്സിന് നല്ലതാണ്. അവരൊക്കെ എന്തെടുക്കുകയാണോ? അപ്പുറത്തെ എന്തായെന്ന് അറിഞ്ഞൂടാ. നോക്കട്ടെ, ഇനിയിപ്പോ കുറച്ചു നേരം കഴിയുമ്പോ ഏറ്റവും കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല. നമ്മളിടയ്ക്ക് ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഡാഡി എത്ര നേരമുണ്ട്? ഇനി ഒരു 45 മിനിറ്റ് കൂടെ ഇനിയുണ്ട്. ഡാഡി പറ്റില്ല. മിനിറ്റുകൾക്കൊക്കെ ഇത്ര നീളമുണ്ട്, ഇന്നാ മനസ്സിലായത്. കുഴപ്പമില്ല, ഇനിയിപ്പോ കഴിയും. ഇത് തുപ്പല് പറ്റി തുടങ്ങി. അത് സാരമില്ല, രേമ്പൊക്കെ വിടാൻ മതിയാവുന്നു. കുഴപ്പമില്ല. നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ? വളരെ നല്ല കാര്യമായിപ്പോയി. തലവേദന എടുക്കണോ? ഇപ്പൊ കഴിയും മക്കളെ, ഇപ്പൊ ബാങ്ക് വിളിക്കേണ്ട സമയമാകുമ്പോ നമുക്ക് ചെയ്യാം കേട്ടാ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും ഹോട്ടലിലേക്ക് പോവാങ്കിൽ. അയ്യോ വേണ്ട മാമ, നടക്കാൻ പറ്റില്ല മാമ, നമുക്ക് പാഴ്സൽ മേടിക്കാം.
എനിക്ക് പിന്നെ ഒട്ടും പറ്റില്ല ഇവിടെ നിന്ന്. എന്തായാലും നമുക്ക് ഇവിടെ വല്ലതും കിട്ടിയാൽ അത് മതി. എന്തായാലും ഇച്ചിഞ്ഞ് എന്നാ ഇവിടുന്ന് കഴിച്ചോളാം. ഇത് അവിടെ നമുക്ക് ഹോട്ടലിൽ ചെന്ന ഇഫ്താർ വിരുന്നിന്റെ കാര്യമൊക്കെയാണ്. നമുക്ക് അതൊക്കെ കഴിക്കാം. നമുക്ക് അത് ഒരുമിച്ചിരുന്ന്. നല്ല കൊച്ചിന് തീരെ വയ്യ, നടക്കാനും അവൾക്ക് വയ്യ. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു വിഷയം. എനിക്ക് എന്തായാലും ഇച്ചിഞ്ഞ് എന്നാ ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. എടാ നമുക്ക് നോമ്പ് മുറിച്ച് ഇച്ചിരി വെള്ളവും കുടിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. എന്തായാലും ഒരു ഗുണമുണ്ടായി കനക. വിശപ്പിന്റെ വില എന്താണെന്ന് എല്ലാവരും നന്നായിട്ട് അറിഞ്ഞ്, പ്രത്യേകിച്ച് എൻ്റെ മോള്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോഴുണ്ടല്ലോ, അത് കുഴച്ച് പറിച്ച് അവിടെ വെച്ചിട്ട് അവൾ അവളുടെ തോന്നിവാസത്തിന് പോകും. അപ്പൊ മനസ്സിലായോടി വിശപ്പ് എന്താന്ന് മനസ്സിലായോ? ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ച് എല്ലാവർക്കും കൂടി അങ്ങ് പോകും. അതാ ഞാൻ പറഞ്ഞതല്ലേ, വെള്ളം കുടിച്ച്. സാർ, ഞാൻ ഗേറ്റ് വാളിനെ വിളിച്ചപ്പോ ഇന്ന് എല്ലാവർക്കും കൂടെ നോമ്പെന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ കരുതി ഞങ്ങൾ എല്ലാവരും ചേർന്ന് വെറുതെ എടുക്കാം. അതെന്തായാലും നന്നായി. അപ്പൊ ഞാനും കരുതി ഇന്ന് നിങ്ങളുടെ കൂടെ അങ്ങ് നോമ്പ് ഉറക്കാമെന്ന്. എന്ത് നോമ്പ് തുറക്കുന്ന സാധനങ്ങളാ? ഓ, എല്ലാ സാധനവും വാങ്ങി. കുറച്ച് സമയം എന്തായാലും ഒരു കാരൊക്കെ എല്ലാവരും എടുത്ത് കൈവച്ചോ. ഇപ്പൊ ആവും സമയം. ഇതാണ് നമ്മൾ ആഹാരത്തിന്റെ വില. ബാങ്ക് വിളിക്കാറായ? ഇല്ല, ഇപ്പൊ ഒരു 30 സെക്കൻഡ്. ബാങ്ക് വിളിക്കുന്നുണ്ട്. ഒരു നിമിഷം അന്നന്ത എന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിക്കണം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിഞ്ഞു. വേറൊരു കാര്യം, നാളെ പെരുന്നാളാണെന്ന് എല്ലാവർക്കും അറിയാമേ. അപ്പൊ ഞാൻ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ രാവിലെ അങ്ങ് എത്തിയേക്കണം എല്ലാവരും. അപ്പൊ പ്രിയപ്പെട്ട അൻസാർ അളിയനും കുടുംബത്തിനും ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ അപ്പൊ എന്റെയും ഈദ് മുബാറക്. Aliens